ആശാപ്രവർത്തകരുടെ മറ്റു പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് സർക്കാർ അതിനെ പൊളിക്കാനുള്ള ഒരു ഇടപെടൽ നടത്തിയെന്നുള്ള ആരോപണം സമരസമിതിയുടെ ഭാഗമായിട്ടുണ്ട്. ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് ഉപരോധ പരിപാടി ആശാപ്രവർത്തകർ ആസൂത്രണം ചെയ്യുന്ന ഘട്ടത്തിലാണ് ആരോഗ്യവകുപ്പ് ഒരു പരിശീലന പരിപാടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് എല്ലാ ജില്ലകളിലും തന്നെ പരിശീലന പരിപാടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട് ആശാപ്രവർത്തകർ ഈ പരിശീലന പരിപാടിയിൽ പ്രത്യേകമായി നിർബന്ധമായും പങ്കെടുക്കണം എന്ന് സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ചില ജില്ലകളിൽ മാത്രമാണെങ്കിൽ അവസാനമാകുമ്പോഴേക്കും എല്ലാ ജില്ലകളിലും ഇന്നലെ വൈകുന്നേരത്തോടെ എല്ലാ ജില്ലകളിലും ഈ പരിശീലന പരിപാടി നടക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. അത് സമരസമിതി കാണുന്നത് ഇന്നത്തെ സമരത്തെ തകർക്കാനുള്ള സർക്കാരിന്റെ നീക്കം എന്ന നിലയിലാണ്. എന്നാൽ നാഷണൽ ഹെൽത്ത് മിഷൻ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് ഈ ദിവസങ്ങളിൽ പരിശീലന പരിപാടി നടത്താമെന്ന് നേരത്തെ ആസൂത്രണം ചെയ്തിട്ടുള്ളതും ആണ് എന്ന് തോന്നുന്നു. നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് സമരസമിതിയുടെ കൂടി ഒരു അഭിപ്രായം തേടാം. ഇന്നത്തെ പരിശീലന പരിപാടി ഏതെങ്കിലും തരത്തിൽ സമരപരിപാടികൾ ബാധിക്കുന്നു കരുതുന്നുണ്ട്? ഇല്ല, വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. നേരം വെളുത്തപ്പോൾ തന്നെ ആശമാര് വിവിധ ജില്ലകളിൽ നിന്ന് രാത്രിയിലെ പുറപ്പെട്ട് ഇവിടെ എത്തിയിരിക്കുകയല്ലേ. അവരാരെയാണ് ഭയക്കുന്നത്? 500 പേര് സമരത്തിനുള്ള ഒരു സമരത്തെ സർക്കാർ എന്തിനാണ് ഇത്ര ഭയക്കുന്നത്? ഇത്രയും വൻ സന്നാഹമൊരുക്കി സർക്കാർ, ഭരണം, പാർട്ടി, പിന്നെ ഔദ്യോഗിക തലം എല്ലാവരും കൂടെ അങ്ങ് ഇതിനെ അങ്ങ് ഭയന്നിട്ടിങ്ങനെ വരുന്നത്. 500 പേരെ ഉള്ളതെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇത്രയും ഭയക്കേണ്ട ആരും ഇല്ലല്ലോ. അപ്പോൾ ഭയക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇത്ര വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മറ്റു ജില്ലകളിൽ പരിശീലന പരിപാടി നടക്കുന്നുണ്ട്. പ്രവർത്തകർ എത്താത്തൊരു സാഹചര്യം ഉണ്ടാവും? ഇല്ലല്ലോ, വന്നുകൊണ്ടിരിക്കുവായിരുന്നല്ലോ. മറ്റു ജില്ലകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എത്തിച്ചേരും, ആശാവർക്കർമാരെ എത്തിച്ചേരും. ഈ പ്രതിസന്ധികളെ എല്ലാം അതിജീവിക്കാൻ കഴിയുന്ന മുഴുവൻ ആളുകളും ഇവിടെ എത്തിച്ചേരും. ആ ഉറപ്പ് വാക്കുകളിൽ വ്യക്തമാണ്. കഴിഞ്ഞ 36 ദിവസം ഇതേ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് ഈ സമരപ്പന്തലിൽ അവർ കഴിഞ്ഞത്. ഈ കൊടും വേനലിൽ മഴയും വെയിലിനെയും താങ്ങിക്കൊണ്ട് മുതിർന്ന സ്ത്രീകളാണ് സമരം ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാര്യം. അടിസ്ഥാനപരമായ വേതനത്തിന് വേണ്ടി പ്രതിമാസം 7000 രൂപ തുച്ഛമായ ഓണറേറിയം കിട്ടുന്നതിൽ നിന്ന് അത് വർദ്ധിപ്പിക്കണം, അത് 21,000 രൂപയാക്കണമെന്ന അടിസ്ഥാനപരമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ 36 ദിവസം ഒരു കൂട്ടം മുതിർന്ന സ്ത്രീകൾ ഇവിടെ സമരം ചെയ്യുകയും എന്നാൽ എല്ലാ സർക്കാർ സംവിധാനങ്ങളും അതിനെ പൂർണ്ണമായും അവഗണിക്കുകയും ചെയ്തു. ഈ സംസ്ഥാന സർക്കാരാണെങ്കിൽ നയപരമായി ഇവരുന്നയിക്കുന്ന ആവശ്യങ്ങളോട് യോജിപ്പുണ്ടെന്നും ഇവരുടെ തൊഴിൽ വേതനം, ഇവരുടെ ഓണറേറിയം അടക്കം വർദ്ധിപ്പിക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാടെന്ന് പറയുമ്പോൾ തന്നെയും ഇവരുമായി ഒരു ചർച്ച നടത്താനോ ഏതെങ്കിലും തരത്തിലൊരു അനുനയത്തിലെത്താൻ പോലും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ കക്ഷി ഇവരുടെ സമരത്തെ നിരന്തരമായി അപമാനിക്കാൻ ശ്രമിക്കുന്നതും നമ്മൾ ഈ കഴിഞ്ഞ 36 ദിവസവും കണ്ടതാണ്. പൂർണ്ണമായും അവഗണിച്ച് സമരത്തെ ഇല്ലാതാക്കാനാണ് ഭരണ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഭരണപക്ഷം ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നിയമ ലംഘന സമരത്തിലേക്ക് കടക്കുക എന്ന നിലപാട് ഈ ആശാപ്രവർത്തകർ എടുക്കുന്നത്. ചേച്ചി, എത്ര ദിവസമായി സമരപന്തലിൽ വന്നിട്ട്? എത്ര ദിവസമായി? ഞങ്ങൾ ഇന്നാണ് വന്നത്. ഇടുക്കിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ദൂരം ഉണ്ടെന്ന് അറിയാമല്ലോ. പിന്നെ അവിടെ നിന്ന് 9 മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ചു. ഞങ്ങൾക്ക് കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ വിഷമമായിരുന്നു ഇതിൽ പങ്കെടുക്കാഞ്ഞിട്ട്. ശരി ആഷിക്, എന്തായാലും അവരോട് സംസാരിക്കും. തീർച്ചയായിട്ടും അവരുടെ പ്രതിഷേധം അവരുടെ വാക്കുകളിലുണ്ട്. 36 ദിവസമായി അവർ ഇങ്ങനെ അവിടെ ഉപരോധം സമരം നടത്തിയിട്ട് പോലും ആരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയിലേക്കാണ് ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ടുള്ള നിയമം ലംഘിച്ചുള്ള സമരത്തിലേക്ക് അവർക്ക് പോകേണ്ടി വന്നിട്ടുള്ളത്.